പോലെ പ്രസിദ്ധിയായ പെൺകുട്ടിയുടെ വിവാഹത്തിനെതിരെ കേസ്. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഭർത്താവിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. പണി വരുന്നുണ്ടവറാച്ച. കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം വന്ന് നടത്തിക്കൊടുത്ത കല്യാണമാണ്. ഇപ്പോൾ അതിനെതിരെയാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. വിവാഹ തട്ടിപ്പിൽ CPIM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്ന കമ്മീഷൻ സംശയം പ്രകടിപ്പിച്ചു. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. കേരളത്തിൽ നടന്ന വിവാഹം നമുക്കറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു വിവാഹമാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? അത് സ്വാഭാവികമായും ഒരു പുതിയ വിവാഹത്തിലേക്ക് പോവുകയാണ്. മൈനറായ പെൺകുട്ടിയാണ് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പോക്സോ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ദേശവിരുദ്ധ സംഘടനകളുടെ പങ്കടക്കം, ഒപ്പം തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുള്ളത് ഈ പെൺകുട്ടിയുടെ ജനനരേഖ വ്യാജമായി തയ്യാറാക്കിയതാണ്. ഇവർ കൊണ്ടുവന്ന ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.